ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റു, കോമയിലാണ് എന്ന തരത്തിലാണ് പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മുജ്തബ ഖമേനി ജീവനോടെ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിലല്ലെന്ന റിപ്പോർട്ടുകളാണ്. ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ മുജ്തബയ്ക്ക് പൂർണ്ണ അധികാരമില്ലെന്നാണ് ഇസ്രയേലി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർച്ച് 9-നാണ് മുജ്തബയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. ഫെബ്രുവരി 28-ന് ഇറാൻ US ഇസ്രയേൽ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിലാണ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. മുജ്തബ ഖമേനി ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഭരണം നടത്തുന്നു എന്ന് തെളിയിക്കുന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചുമതല ഏറ്റെടുത്ത ശേഷം ഇതുവരെ മുജ്തബ പൊതുവേദിയിലൊന്നും എത്തിയിട്ടില്ല. ഇത് അധികാരം കൈയാളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് വിവരം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് അധികാരം കൈയാളുന്നത്. യുദ്ധസമയത്ത് ഇറാന്റെ അധികാര ഘടനയിൽ കൃത്യമായ മാറ്റം സംഭവിച്ചു എന്നാണ് വിവരം. ഇറാൻ സൈന്യത്തിലും രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തും IRGCക്ക് കാര്യമായ സ്വാധീനം ലഭിച്ചു. നേതൃപരമായ മാറ്റത്തിന് ശേഷം ഇറാനിൽ IRGC നേരിട്ട് ഭരണം നടത്തുന്നു എന്നാണ് വിവരം. ഇറാന്റെ ഭരണം ആരാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതെന്ന് US-ന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ നിരീക്ഷിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന ഇന്റലിജൻസ് ബ്രീഫിംഗിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ നടത്തുന്ന പോരാട്ടം മിസൈലുകളോ ഡ്രോണുകളിലോ യുദ്ധക്കളങ്ങളിലോ മാത്രം ഒതുങ്ങില്ലെന്ന് മുജ്തബ ഖമേനി ഒരു ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു. തന്റെ ഈദ് സന്ദേശത്തിലായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തി. ആഗോള അഹങ്കാരത്തിനെതിരെയാണ് ഇറാന്റെ പ്രതിരോധമെന്നും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നുമായിരുന്നു പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറാൻ 3 യുദ്ധങ്ങൾ നേരിടേണ്ടതായി വന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ വർഷം നടന്ന ജൂൺ യുദ്ധമാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ ശത്രുക്കൾ 1000-ലധികം ഇറാനിയൻ പൗരന്മാരെ കൊലപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനുശേഷം ഫെബ്രുവരി അവസാന വാരത്തിൽ രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങളെ 2ാം യുദ്ധമെന്നാണ് മുജ്തബ ഖമേനി വിശേഷിപ്പിച്ചത്. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് 3ാം യുദ്ധമാണ്. ഇറാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്ത് ജനങ്ങൾ ശത്രുക്കളുടെ അജണ്ടകൾ നടപ്പിലാക്കുമെന്ന് കരുതി അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ കൂലിപ്പടയാളികളെ ഉപയോഗിച്ച് രാജ്യത്ത് ആക്രമണങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നും ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ശത്രുക്കളെ ഒളിച്ചുനിന്ന് ആക്രമിക്കുന്ന സ്വഭാവം ഇറാൻ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ യാതൊരുവിധ സംയമനവും പാലിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.